ജോർജേ പറയടാ. നല്ല ഇംഗ്ലീഷ് സിനിമയാണോ കാണാൻ? ബോറടിക്കുന്നു. അല്ലെ ഇംഗ്ലീഷ് ആണോ? ഞാൻ ഇന്നലെ ഡിക്കാപ്രിയോട് ഒരു അടിപൊളി പടം കണ്ടത്. നിങ്ങൾ കാണാതെ നൈസ് പടം കണ്ടു. അതേത് പടം കാശ്മീർ പിടിക്കാൻ. അയ്യേ, അത് നീ ഇപ്പഴാണോ കാണുന്നത്? അത് നമ്മളതൊക്കെ നേരത്തെ കണ്ടുവിട്ട പടം അല്ലേ? ഓഹോ, നമ്മൾ ഇവൻ പറഞ്ഞാലേ നല്ലൊരു പടമായിട്ടാ അത്. കിടിലൻ ക്യാരക്ടറാണ് ഡിക്കാപ്രിയോടേത്. ഫ്രാങ്ക് എവക്നേറ്റ് ആ ഒരു ചെറു പ്രായത്തിലൊക്കെ എന്ത് ഫ്ലെക്സിബിൾ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതാണ് ആ പടത്തിന്റെ വിജയം കേട്ടോ. എടാ ആക്ടിങ് സെറ്റ് ആയിരുന്നു. പക്ഷെ അത് മാത്രമല്ല, നല്ല പെർഫെക്റ്റ് സ്ക്രീൻ പ്ലേ ആൻഡ് ഡയറക്ഷൻ അതും മെയിൻ ആണ്. എടാ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്നറിയോ? ഡിക്കാപ്രിയോയും ടോം ഹാങ്ക്സും മീറ്റ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സീനില്ലേ, അതാണ് എന്റെ ഫേവറേറ്റ് സീനാണ് അത്. കാരണം ടോം ഹാങ്ക്സിന്റെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറിന്റെ നാച്ചുറൽ അഭിനയത്തിനോടൊപ്പം ഇന്നലെ വന്ന് കൊച്ചു പയ്യൻ ഡിക്കാപ്രിയോയുടെ സ്റ്റൈലിഷ് പെർഫോമൻസ്. ആരാണ് ഈ ടോം ഹാങ്ക്സ്? അയ്യേ, ഒന്നും അറിയാതെയാണോ നീ പടം കണ്ടേ? അതിനിതൊക്കെ അറിഞ്ഞിട്ട് പടം കാണാനുള്ള നിർബന്ധമുണ്ടോ? എടാ, ഡിക്കാപ്രിയോ പിടിക്കാൻ നടക്കുന്ന പോലീസുകാരൻ അതാണ് ടോം ഹാങ്ക്സ്. ആ മറ്റേ തൊപ്പിക്കാരൻ അപ്പാപ്പൻ. എടാ, ആക്ടിങ്ങിലൊക്കെ ഡിക്കാപ്രിയൊക്കെ ബാപ്പാണ് പുള്ളി. പക്ഷേ പുള്ളി സെറ്റ് ആക്ടിങ് ആയിരുന്നു. പടം സ്പിൽബർഗിന്റെ ആണെങ്കിലും അറിയാമായിരുന്നു. ഛേ പോടാ. അടിപൊളി. അടിയ സ്പിൽബർഗിന്റെ പടമാണത്. ആണല്ലേ, അത് കാണാനും ഉണ്ട്. ഓ, ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി കൂടെ ആയതുകൊണ്ട് സത്യത്തിൽ ഒരു മസ്വാ സിനിമ തന്നെയാണത്. ആണ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നൈസ് പോയി പോകുന്ന ഒരു പടം. എന്നാ നിനക്ക് ഫ്രണ്ട്സിനൊക്കെ ഞങ്ങൾ സജസ്റ്റ് ചെയ്തൂടെ? അയ്യോ, പടത്തിന്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. Catch Me If You Can, 1998, directed by Steven Spielberg.